കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ നൽകിയ ഹർജി പിൻവലിച്ചിരിക്കുന്നു. ഇഡി നടപടിക്കെതിരെ സുപ്രീം കോടതി നൽകിയ ഹർജിയാണ് പിൻവലിച്ചിരിക്കുന്നത്. ഹർജി പിൻവലിച്ചുകൊണ്ടുള്ള കത്ത് സുപ്രീം കോടതി രജിസ്ട്രാർക്ക് നൽകുമെന്ന് മനു അഭിഷേക് സിംഗ്വി അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നു. അത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് അറസ്റ്റിനെതിരെ അല്പം മുമ്പാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുറിയിലെത്തി മനു അഭിഷേക് സിംഗ്വി കണ്ടതായിട്ടുള്ള വാർത്തകൾ വരികയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ രജിസ്ട്രാർക്ക് ഇത് സംബന്ധിച്ച കത്ത് ഹർജി പിൻവലിക്കുന്നതായിട്ടുള്ള നോട്ടീസ് നൽകുമെന്ന് ആണ് ഇപ്പോൾ മനു അഭിഷേക് സിംഗ്വി അറിയിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന, ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജു, കെജ്രിവാൾ ഇഡിയുടെ അറസ്റ്റിനെതിരെ നൽകിയ ഹർജി അത് മൂന്നംഗ ബെഞ്ച് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ പുതിയൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. അല്പം മുന്നെയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയോട് മനു അഭിഷേക് സിംഗ്വി അറിയിച്ചിരിക്കുന്നത് ഈ ഒരു ഹർജി പിൻവലിക്കുകയാണ് എന്ന കാര്യം ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ മനു അഭിഷേക് സിംഗ്വി അറിയിച്ചിട്ടുണ്ട്. ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ കെജ്രിവാളിന്റെ റിമാൻഡുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ റിമാൻഡുമായി ബന്ധപ്പെട്ട കേസ് അതിൽ വാദം നടത്തേണ്ടതുണ്ട്. ആ കേസ് ആ ഒരു ഹർജി നിലനിൽക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ ഈ സുപ്രീം കോടതിയിലെ ഹർജിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു ക്ലാഷ് ഉണ്ടാകുമെന്നതാണ് മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഹർജി പിൻവലിക്കുന്നതായിട്ടും ഔദ്യോഗികമായിട്ടുള്ള കത്ത് സുപ്രീം കോടതി രജിസ്ട്രാർക്ക് ഉടൻ കൈമാറുമെന്നും മനു അഭിഷേക് സിംഗ്വി അറിയിച്ചത്. എന്തായാലും മനു അഭിഷേക് സിംഗ്വിയുടെ ആവശ്യപ്രകാരം ഹർജി പിൻവലിക്കാൻ ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അനുമതി നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഹർജി പരിഗണിക്കാനിരുന്ന സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അരവിന്ദ് കെജ്രിവാൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തീർപ്പ് ഉണ്ടാക്കുന്നതിന് മുന്നേ എൻഫോഴ്സ്മെന്റിന്റെ വാദം കൂടി കേൾക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയത്. ആ തടസ്സ ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മദ്യനയ അഴിമതിയിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ എൻഫോഴ്സ്മെന്റിന്റെ കയ്യിലുണ്ട്. ആ തെളിവുകൾ അടക്കം ഹാജരാക്കാം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് പറഞ്ഞിരുന്നു. എന്തായാലും എൻഫോഴ്സ്മെന്റ് തടസ്സ ഹർജി കൂടി നൽകിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെജ്രിവാൾ തന്റെ ഹർജി സുപ്രീം കോടതിയിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നത്. ഇനി കെജ്രിവാളിനുള്ള കേസ് എന്ന് പറയുന്നത് അത് കോടതിക്ക് മുന്നിൽ ഹാജരാകുക എന്നതാണ്.